നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് അവരുടെ ക്വാളിഫിക്കേഷനെ പറ്റി വളരെയധികം കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യമേ ഓൾ സ്ക്രിപ്ചറിനകത്തുള്ളൂ. അത് അവര് പഠിപ്പിക്കുന്നവരായിരിക്കണം, പ്രീച്ച് ചെയ്യുന്നവരായിരിക്കണം. ഡിഡാക്ടിക്കോസ് എന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണം. അങ്ങനെ ഒരു ഫങ്ഷണൽ മിനിസ്ട്രി മാത്രമാണ് ശുശ്രൂഷകന് സഭയിൽ പ്രധാനമായിട്ടും ഉള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോള് താന് മരിക്കുന്നതിന് മുമ്പ്, താൻ ഈ ഭൂമിയിൽ നിന്ന് ചില ആഴ്ചകൾക്ക് ശേഷം തൻ്റെ ശിക്ഷ താൻ നേരിടേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തിൽ, ആ വലിയ ക്രൈസിസിൽ തിമത്തിയോസിനോട് പോള് പറയുകയാണ്, അന്ത്യകാലത്ത് ഈ നിലയിലുള്ള ദുരുപദേഷ്ടക്കാർ, ഫോൾസ് ടീച്ചേഴ്സ്, ഹെററ്റിക് ടീച്ചേഴ്സ്, അവര് ദൈവസഭയിലേക്ക് വരും. അവര് ദൈവസഭയിൽ വന്നിട്ട് അവരുടെ ക്യാരക്ടർ ഇതായിരിക്കും. അവരെ പറ്റിയുള്ള ആ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് അവരുടെ പഠിപ്പിക്കലുകൾ ഇന്നതായിരിക്കും. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയുകയാണ്, പ്രീച്ച് ദ വേർഡ്. നീ ദൈവവചനം പ്രസംഗിക്കണം. വേറെ ഒരു തമാശ പറയാനോ ഒരു പൊട്ടച്ചൊല്ല് പറയാനോ ഒന്നും പുൾപിറ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പ്രീച്ച് ദ വേർഡ്. ദൈവവചനം സീരിയസ് ആയിട്ട് പറയണം. അതാണ് പോള് തിമത്തിക്ക് കൊടുത്ത ആ അന്ത്യ കൽപ്പന. നോക്കൂ, നമ്മൾ ചിന്തിച്ചു വന്ന ആദ്യത്തെ ചാപ്റ്റർ 3 verse 1-5, അതിനകത്ത് നമ്മൾ ചിന്തിച്ചു വന്നത് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. നിങ്ങൾ ഓർക്കുന്നു വിചാരിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ അപകടം. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കേണ്ടത്. 2, അതിന്റെ 1 മുതൽ 9 വരെ ആ സബ്ജക്റ്റ് ആണ്. 10 മുതൽ 14 വരെ ചാപ്റ്റർ 3 verse 10-14 പോള് പറയുന്നത്, നീ എന്നോട് കേട്ട ഉപദേശം, നടപ്പ് എന്ന് പറഞ്ഞാൽ കോണ്ടക്ട് ആൻഡ് ടീച്ചിങ്. നീ എന്നിൽ നിന്നാണ് പഠിച്ചത്. ആ പഠിച്ച കാര്യം എപ്പോഴും പ്രാക്ടിക്കലാക്കണം. അത് നീ വിശ്വസ്തരായ ഫെയ്ത്ത്ഫുൾ ആയ സെർവൻസിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടാമത് അതിന് കൊടുത്ത പോയിന്റ് ഡിവോഷൻ ഓഫ് ദ സെയിൻസ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ദൈവവചനം പ്രസംഗിക്കാനായി ഓരോ നൂറ്റാണ്ടിലും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സഭയിലേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കറപ്ഷൻസ്, ഹെററ്റിക്കൽ ടീച്ചിങ് വന്നപ്പോഴും ഒരു പ്യുവറായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എല്ലാ നൂറ്റാണ്ടിലും സർവൈവ് ചെയ്യാൻ കാര്യം, there were preachers of the word. ദൈവവചനം പ്രസംഗിക്കുന്നവര് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം, ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ട് 100 years അല്ല, ക്രിസ്ത്യാനിറ്റിക്ക് 2000 വർഷത്തെ പഴക്കമുണ്ട്. 2000 വർഷത്തെ പഴക്കമുണ്ട്. അന്ന് ജെറുസലേമിൽ തുടങ്ങിയ പ്രസംഗത്തിന്റെ കൈമാറ്റമാണ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ വചനം പ്രസംഗിക്കണം. നമുക്ക് 2000 വർഷത്തെ പ്രസംഗകരെ ഡിവോട്ട് ചെയ്യാം, ഓർക്കാം, മാതൃകയാക്കാം, ഫോളോ ചെയ്യാം. ആ ലൈനിൽ നമുക്ക് നിൽക്കാം. ഈ 2 കാര്യമാണ് ഞാൻ വിശദമാക്കിയത്. മൂന്നാമത്തേത്, എന്തുകൊണ്ടാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കേണ്ടത് എന്ന് പോള് തിമോത്തിയോസിനോട് പറയുന്ന ആ മൂന്നാമത്തെ കാര്യം, നമ്മളതിന്റെ ഹെഡിങ് നോക്കിയിരുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്, എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? വൈ യു ഹാവ് ടു പ്രീച്ച് ദ വേർഡ്? ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് എഫക്റ്റ് ഓഫ് ദ സ്ക്രിപ്ചർ. ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. ദൈവവചനത്തിന്റെ ആ ഡൈനാമിക്, അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ആയിരിക്കുന്നത് കൊണ്ട് ദൈവവചനം നീ പ്രസംഗിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ആ ദൈവവചനത്തിന്റെ ആ ഡുനാമിക്സ്, ആ ഡൈനാമിക് ഇതിനകത്തുള്ളത് കൊണ്ട് നീ പ്രസംഗിക്കണം. ഏത് മനുഷ്യനെയും നീതിയുടെ വഴിയിൽ നടത്താനായിട്ടുള്ള ആ ഡൈനാമിക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കൊണ്ട് നീ പ്രസംഗിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 2 റീസൺ പോരെ പ്രസംഗിക്കാൻ? നമുക്ക് മൂന്നാമതൊരു റീസൺ വേണ്ട. ഈ 2 റീസൺസ് മാത്രം മതി. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അല്പം ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നാണ് വിചാരിക്കുന്നത്. 2 തിമത്തി ചാപ്റ്റർ 3 verse 14, 15, 16 and 17. ഇതാണ് മൂന്നാമത്തെ പോയിന്റിന്റെ വാക്യം. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക. ഇന്നവരോടെന്നുള്ളത് സെർട്ടൻലി പോൾ, വേറെ ആരുമല്ല. ഇന്നവരോട് പോളിൽ നിന്നാണ് പഠിച്ചത്. ഓർക്കുകയും, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവ ശാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും
ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അങ്ങനെങ്കിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് ആ വാക്യം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒരല്പം വിശദീകരണം വേണം. വാസ്തവത്തിൽ തിമത്തിയോട് പോൾ പറയുകയാണ്, knowing from whom you have learned them, you however continue in the things you have learned and become and that from childhood you have known the sacred writing. പോളോട് പറയുന്ന വാക്കുണ്ടോ? from childhood onwards you learn the sacred writing, means the whole scripture, the whole counsel of scripture, which is able to lead to the salvation by faith in Christ. നോക്കൂ, ദൈവത്തിങ്കലെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ, സാൽവേഷൻ ബൈ ഫെയ്ത്ത് എന്ന ഡോക്ടറിനെ അവിടെ കണ്ടോ? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിനക്ക് രക്ഷിക്കപ്പെടാനായിട്ടുള്ള ആ തിരുവെടുത്ത് നീ ബാല്യം മുതൽ പഠിച്ചു, ബാല്യം മുതൽ ഗ്രഹിച്ചു. നോക്കൂ, the wisdom which leads to Christ, the wisdom which leads to salvation by faith in Christ. ആ പ്രയോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, അങ്ങനെയെങ്കിൽ അവിടുത്തെ ഡുനാമീസ് കണ്ടോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. ഇത് പറഞ്ഞിട്ടാണ് 4:2 പറഞ്ഞത് preach the word. കാരണം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ ഇറ്റ് ഈസ് സഫിഷ്യന്റ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായത്. എത്ര ക്ലിയർ ആണ് ആ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയാതെന്ന് പറയുമ്പോൾ തന്നെ ദ സഫിഷ്യൻസി ഓഫ് ദ സ്ക്രിപ്ചർ, ദ റിലയബിലിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ, ദ ക്ലാരിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. അങ്ങനെ വളരെ വിശാലമായി പറയേണ്ട കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് കിടക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നീ ബാല്യം മുതൽ എന്ന് പറഞ്ഞാൽ ഫ്രം സൺഡേ സ്കൂൾ, ഫ്രം യുവർ സിനഗോഗ് യു ലേൺ ദ സ്ക്രിപ്ചർ. അതാണ് തിമത്തിയോട് പോൾ പറയുന്നത്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടും. പോളിൽ നിന്ന് കേട്ട തിരുവെഴുത്തുകൊണ്ട് അതാണ് വാസ്തവത്തിൽ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ഓറൽ ടീച്ചിങ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പിന്നീട് അത് റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. ഒരു ജൂസിന്റെ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയാമോ? അവര് വളരെ വളരെ ഗമയോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ആ വാചകം ഒന്ന് വായിച്ചു. ദ ജൂസ് used to claim that their children drank the law of God with their mother's milk, and it was so imprinted on their hearts and minds that they would sooner forget their names than the law of God. അത്ര എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം അവരുടെ ഹൃദയത്തിലാക്കുന്നു എന്നാണ്. അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പോളിന്റെ മറ്റൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ന്യായപ്രമാണം ആരെയും രക്ഷിക്കുന്നില്ല, പക്ഷെ പാപത്തെ കുറിച്ചുള്ള ബോധം നൽകുന്നു. അതിന്റെ അർത്ഥം എന്താ? തിമത്തി സിനഗോഗിൽ പോയി ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിച്ചപ്പോഴേ മനസ്സിലായി ദ ലോ എക്സ്പോസ്ഡ് ഹിസ് സിൻ. തന്റെ പാപത്തെ ഈ പഠിത്തം എക്സ്പോസ് ചെയ്തു. അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഐ നീഡ് എ സേവിയർ, എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പോള് ലുസ്രയിൽ ചെന്ന് ഗോസ്പൽ പ്രസംഗിച്ചത്. ഹി ബിലീവ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. 14-ാം വാക്യത്തിനകത്ത് കണ്ടോ? ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. എന്താ ഡൈനാമിക്? വി പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ദ വേർഡ് സേവ്സ് ദ സിന്നേഴ്സ്. അതാണ് ഒന്നാമത്തെ ഡൈനാമിക്. എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? വചനം പ്രസംഗിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ദ വേർഡ് സേവ്സ് സിന്നേഴ്സ്. ദൈവവചനം പാപികളെ രക്ഷിക്കുന്നു. അതാണ് അവിടുത്തെ ആ വാചകത്തിനർത്ഥം. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. അതിന്റെ അർത്ഥം കണ്ടോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ വേറെ എന്തു പറഞ്ഞാലും ഒരുവനും രക്ഷിക്കപ്പെടുകയില്ല. നമ്മുടെ ടെസ്റ്റ് മണി പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് അതിനൊരു റാപ്പോ ഉണ്ടാക്കാവുന്ന മാത്രമേ ഉള്ളൂ. ബട്ട് ഹി കനോട്ട് സേവ്. ടെസ്റ്റ് മണി ഗോസ്പലിന് പകരമല്ല. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ എക്സ്പീരിയൻസ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗോസ്പൽ. കണ്ടോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തിനെ ബാല്യം മുതൽ നീ കേട്ടു, ബാല്യം മുതൽ നീ അറിഞ്ഞു, ബാല്യം മുതൽ നീ പഠിച്ചു. പോള് വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. വി പ്രീച്ച് ദ വേർഡ് ബിക്കോസ് ദ വേർഡ് സേവ് സിന്നേഴ്സ്. അതല്ലേ പീറ്റർ പറയുന്നത്?
ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലെ? യു ആർ ബിഗോട്ടൺ അഗെയിൻ ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ്. വേറെ ഒന്നിനുമല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അവിടെയും ദൈവവചനത്തിന്റെ പ്രാധാന്യത, പുതിയ ഹൃദയത്തിന്റെ കാര്യമാണ് ആ വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പീറ്റർ 1:23 നമ്മൾ വായിക്കുന്നത്, ബൈ യു ആർ ബിഗോട്ടൺ അഗെയിൻ ബൈ ദ വേർഡ് ഓഫ് ട്രൂത്ത്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:23, ഇറ്റ് ഈസ് ദ വേർഡ് ദാറ്റ് സേവ്സ്, so we preach the word. കണ്ട the dynamic of the scripture, the dynamic of the scripture. നോക്കൂ, അത് മാത്രമല്ല, it is not only the word that saves, but it is the word that edifies. ഇത് രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ എഡിഫൈ ചെയ്യുകയും ചെയ്യുന്നു, നമ്മളെ ആത്മീയ വർധനവിലേക്ക് കൊണ്ടുവരുന്നു, ആത്മീയ വളർച്ച നൽകുന്നു. ഈ സ്ക്രിപ്ചർ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. സ്ക്രിപ്ചർ ഈസ് പവർഫുൾ, ഇറ്റ് ഈസ് ഡുനാമിസ്, ഇറ്റ് ഈസ് ഡൈനാമിക് ടു സാങ്ക്ടിഫൈ ഈച്ച് ആൻഡ് എവരി വൺ അറ്റൻഡിങ് ദ ബൈബിൾ ക്ലാസ് ടുഡേ. എല്ലാവരെയും സാങ്ക്ടിഫൈ ചെയ്യുന്നു. അതാണ് അടുത്ത വാക്യം പറയുന്നത്. 16-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? എല്ലാ തിരുവെഴുത്ത് ഇംഗ്ലീഷിൽ അതിന്റെ ഓർഡർ ശരിയാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ് ആൻഡ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്, ഫോർ റിപ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്. അവിടുത്തെ പ്രയോഗം കണ്ടോ? നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അങ്ങനെങ്കിൽ ഞാൻ അത് അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാര്യം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ലോ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പോള് ആക്ട്സ് ചാപ്റ്റർ 20:17 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല. വായിക്കുന്നില്ലേ? പ്രയോജനമുള്ളതൊന്നും. എഫെസോസിലെ എൽഡേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് പോൾ പ്രസംഗിക്കുക, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. അതേ വാക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ വചനം രക്ഷയ്ക്കും പഠിപ്പിക്കലിനും ഉപദേശത്തിനും ശുദ്ധീകരണത്തിനും പ്രയോജനമുള്ളതാവുന്നു. അങ്ങനെങ്കിൽ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്, കറപ്ഷൻ, റിപ്രൂഫ് ആൻഡ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞ അതേ കാര്യമാണ് പോൾ അവിടെ പഠിപ്പിച്ചത്. അതാ ദൈവത്തിന്റെ പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. സെയിം കാര്യം. പ്രയോജനമുള്ളത് എന്താ? ഈ തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിനകത്ത് ഡോക്ട്രിൻ ഉണ്ട്, റിപ്രൂഫ് ഉണ്ട്, കറക്ഷൻ ഉണ്ട്, നീതിയുടെ അഭ്യാസത്തിൽ നടക്കേണ്ടുന്ന ആ വഴിയുണ്ട്. നോക്കൂ, അങ്ങനെങ്കിൽ ഒന്നാമത്തേത് the dual effect of the scripture. It saves the sinners and it is powerful to sanctify the believers. മനസ്സിലാവുന്നോ? അതാണ് പോൾ പറയാ, നീ എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. സ്തോത്രം. നോക്കൂ, ഞാൻ അതിന്റെ അവിടെ കൊടുത്തേക്കുന്ന ദ സ്ക്രിപ്ചർ ഈസ് പവർഫുൾ ടു സേവ് ആൻഡ് ദ സ്ക്രിപ്ചർ ഈസ് പവർഫുൾ ടു സാങ്ക്ടിഫൈ. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രണ്ട് കാര്യം പറയാനായിട്ടാണ് വചനം പ്രസംഗിക്കാൻ വിളിച്ചേക്കുന്നത്. ആരോടും വചനം പറഞ്ഞാലും ദിസ് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ്. ഇതല്ലാതെ മൂന്നാമതൊരു പർപ്പസ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുന്നു? ഈ രണ്ട് കാര്യമാണ് പോള് ബാക്കിയൊക്കെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പലതും നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്. അതിന് വേദപുസ്തകത്തിൽ ഒരു തെളിവില്ല, ഒരു തെളിവ് ആ കാര്യത്തിലൊന്നുമില്ല. നോക്കിയേ, അങ്ങനെങ്കിൽ നമുക്ക് ദ വേർഡ് ഈസ് പവർഫുൾ ടു സാങ്ക്ടിഫൈ എന്നതിന്റെ അർത്ഥം നമുക്ക് ഈ വാക്യങ്ങളിൽ തന്നെ നോക്കാം. നോക്കൂ, ദ വേർഡ് ഓഫ് ഗോഡ് ഇൻസ്പയർഡ്, മീനിങ് ഗോഡ് ബ്രീത്ത് ഔട്ട്. തെയോനിസ്റ്റോസ്, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, അതിന്റെ അർത്ഥം, അതിന്റെ ആ ഗുണം പറഞ്ഞേക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ, പ്രയോജനമുള്ളതാണ്, സഫിഷ്യന്റ് ആണ്, ഏബിൾ ആണ്. പ്രയോജനമുള്ള ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം കണ്ടോ? ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ എന്നുള്ളത്, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഇൻ 4 ways. 4 നിലയിൽ ഇത് പ്രോഫിറ്റബിൾ ആണ്. ഏതൊക്കെയാ 4 നിലയിൽ? It is useful in 4 ways, profitable in 4 ways. The number 1 is teaching. നിങ്ങൾ കണ്ട പദം, it is profitable for teaching. ഉപദേശത്തിന് എന്ന് പറഞ്ഞാൽ the content, അതിന്റെ ആശയം ഉണ്ടല്ലോ, കണ്ടന്റ്. it is profitable for teaching. Profitable for teaching എന്താ എന്ന് പറഞ്ഞാൽ the body of truth, the content, the whole scripture. God breathed out scripture. യൂദായുടെ ലാംഗ്വേജിൽ പറഞ്ഞ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി the faith which is handed down to the saints once for all and content for that faith. ഒരിക്കലായി വിശുദ്ധന്മാർക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ആദ്യ വിശുദ്ധ വിശ്വാസം, അതിന്റെ ഒന്നാമത്തെ പ്രോഫിറ്റബിൾ എന്നാണെന്നറിയാമോ? ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത്. സത്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത് ആവശ്യമാണ്. വേറെ ഒരിടത്തും സത്യമില്ല. ഈ 66 ബുക്സ് മാത്രമാണ് ദി ട്രൂത്ത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അങ്ങനെങ്കിൽ അതാണ് why we are preaching word.
നമ്പർ 1 ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം, ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. അതിൽ ഒന്നാമത്തേത് ഇറ്റ് സേവ് സിന്നേഴ്സ്. 2 ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്. 2 നിങ്ങൾ അവിടത്തെ കണ്ടോ, റിപ്രൂഫ്, ഉപദേശത്തിനും ശാസനത്തിനും. ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ റിപ്രൂഫ്. റിപ്രൂഫ് എന്ന് പറഞ്ഞാൽ വൺസ് ദ ട്രൂത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് റിപ്രൂവ്സ് ഓൾ വയലേഷൻസ് ഓഫ് ഇറ്റ്. അതാണ് അതിന്റെ അർത്ഥം. സത്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായതിനെ എല്ലാം അവിടുന്ന് ശാസിക്കും. മനസ്സിലാവുന്നോ? അതാണ് റിപ്രൂഫ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഓർഡർ കണ്ടോ, ടീച്ചിങ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് ദ ട്രൂത്ത്. റിപ്രൂഫ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിപ്രൂവ് ഓൾ വയലേഷൻസ് ഓഫ് ഇറ്റ്. ഇറ്റ് റിബ്യൂക്ക്. ദിസ് ഈസ് അനദർ സൈഡ് ഓഫ് ടീച്ചിങ് അല്ലെ? പഠിപ്പിക്കലിന്റെ അനദർ സൈഡാണിത്. വെൻ യു ലേ ഡൗൺ ദ ട്രൂത്ത് യു എക്സ്പോസ് ദ എറർ. നമ്മൾ സത്യം പറഞ്ഞു കഴിയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എററിനെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നോക്കൂ, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ് ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത്. 2 ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ റിപ്രൂഫ്, റിബ്യൂക്ക്, ടു എക്സ്പോസ് ദ എറർ. അതുകൊണ്ടാണ് നീ വചനം പ്രസംഗിക്കേണ്ടത്. ഇതാണ് ദൈവവചന ശുശ്രൂഷയുടെ ലക്ഷ്യം. 3-ാമത്തെ കാര്യം നിങ്ങൾ ആ വാക്യത്തിനകത്ത് കണ്ടോ, അവിടെ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുകയാണ്, ഫോർ കറക്ഷൻ. ടീച്ചിങ്, റിപ്രൂഫ് ആൻഡ് കറക്ഷൻ. എന്താ കറക്ഷൻ? നമ്മൾ ട്രൂത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, നമ്മൾ എററിനെ എക്സ്പോസ് ചെയ്യുന്നു. 3rd one കറക്ഷൻ, മീനിങ് ടു റിസ്റ്റോർ ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ. ആ ലൈയിൽ നിന്ന്, ആ വ്യാജത്തിൽ നിന്ന്, ആ വയലേഷനിൽ നിന്ന് സത്യത്തിലേക്ക് വരുന്നതിനാണ് കറക്ഷൻ. ഹൗ ടു ഗെറ്റ് റൈറ്റ്, അതാണ് അതിന്റെ അർത്ഥം. സത്യത്തിലേക്ക് വരുന്നു. നോക്കൂ, അങ്ങനെങ്കിൽ ആ സാങ്ക്ടിഫിക്കേഷൻ എങ്ങനെയാ നടക്കുന്നത്? 1 ബൈ ടീച്ചിങ്, 2 ബൈ റിപ്രൂഫ്, 3 ബൈ കറക്ഷൻ. ആ വ്യാജത്തിൽ നിന്ന്, ആ തെറ്റായ പഠിപ്പിക്കലിൽ നിന്ന് ഇന്നത്തെ പാവങ്ങളായ ദൈവവചന പരിജ്ഞാനമില്ലാത്ത വിശ്വാസികൾ വഞ്ചിക്കപ്പെടുമ്പോൾ അവരോട് ദൈവവചനത്തിന്റെ സത്യങ്ങൾ പറഞ്ഞുകൊടുത്ത്, മിസ്റ്ററീസ്, റിവീൽ ചെയ്യപ്പെട്ട മിസ്റ്ററീസ് ആയ തിരുവെടുത്ത് പറഞ്ഞുകൊടുത്ത് അവരെ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. അതിന്റെ പേരാണ് കറക്ഷൻ. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ rebuke or reproof, it is profitable for correction. അപ്രൈറ്റ് ആയിട്ടുള്ള, ടു റീസ്റ്റോർ ടു ദി അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ദ വേർഡ് ഈസ് നോട്ട് ജസ്റ്റ് ട്രൂ, ഇറ്റ് നോട്ട് ഓൺലി എക്സ്പോസ് ദ എറർ ബട്ട് ഇറ്റ് ട്രാൻസ്ഫോംസ്. അതാണ് റിപ്രൂഫ്, അതാണ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ട്രാൻസ്ഫോംസ്, ഇറ്റ് റീസ്റ്റോർ. സങ്കീർത്തനം 19-ാം സങ്കീർത്തനം വായിച്ചാൽ ഈ നിലയിലുള്ള വാക്യങ്ങൾ അതിനകത്ത് കാണാം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻഫർമേഷൻ but it is transformation. It is not just truth, it is power to correction. It is not just divine revelation, it carries the energy of God to change the life of the people. മനസ്സിലാവുന്നോ? പ്രോഫിറ്റബിൾ. ഇതേ കാര്യം അപ്പോൾ പറഞ്ഞ പ്രയോജനമുള്ള ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല. I taught you, I reprove you, I correct you, because the word is dynamic. I hope you are following. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കേണ്ടത്? അപ്പോൾ ആ ഗ്രൗണ്ട് റെഡിയാക്കുന്നുണ്ടോ ഈ വാക്യം പറയുന്നതിന് മുമ്പ്? ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ, because of the devotion of the saint, because of the dynamic effect of the scripture, the dual effect. 1, it saves. 2, it sanctify, it edify. ഇത് കേവലം ട്രൂത്ത് അല്ല, ഇത് എററിനെ എക്സ്പോസ് ചെയ്യുക മാത്രമല്ല, it transforms the people, it corrects the people. Praise the Lord. അവിടെ കൊണ്ട് തീരുന്നില്ല, ഒരു വാക്കുകൂടെ അവിടെ ഉണ്ട്. Fourthly, it is useful for training in righteousness. നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ, once it has corrected and set you upright, the word then sends you down the path of righteousness. ഈ വചനം സത്യം നമ്മുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എററിനെ എക്സ്പോസ് ചെയ്യുന്നു, അപ്രൈറ്റ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് നമ്മളെ റീസ്റ്റോർ ചെയ്യുന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ തിരുവെഴുത്തിന്റെ ശക്തിയാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ ഈ സത്യത്തിലേക്ക് തുടർന്ന് നടക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അഭ്യാസം, നീതിയുടെ അഭ്യാസം. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ. ഇന്ന് എനിക്കൊരു ബ്രദർ ഒരു ടെക്സ്റ്റ് ചെയ്തു, ഒരു ലോങ് ടെക്സ്റ്റ് ആണ്, വെരി ഇൻഫോർമേറ്റീവ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്.
അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഈ ഈ നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നത് ബൈബിളും ഹോളി സ്പിരിറ്റും രണ്ടാണെന്നാണ്. അങ്ങനല്ല. ഈ ബൈബിൾ എഴുതി നമ്മൾ 2 Peter chapter 1:22 ദ സ്പിരിറ്റ് ക്യാരിഡ് ദ മിനിസ്റ്റേഴ്സ്. ഞാൻ ആ വാക്യം നിങ്ങൾ വായിച്ചേൽപ്പിക്കാം. 2 Peter, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവായതല്ല എന്ന് പറഞ്ഞു വന്നിട്ട്, ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. നോക്കിയാ അത് എവിടാണ് ആ വാക്യം കിടക്കുന്നത്? തിരുവെഴുത്തിലെ പ്രവചനം ഒരിക്കലും 2 Peter chapter 1:21 ഇങ്ങനെയാണ് അതിനകത്ത് അവസാനത്തെ ലൈൻ. ബട്ട് മെൻ മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് സ്പോക്ക് ഫ്രം ഗോഡ്. അങ്ങനെങ്കിൽ ഈ ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഈ ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും രണ്ടായിട്ട് കാണണ്ട. വി കനോട്ട് സെപ്പറേറ്റ്. ഞാനത് അവസാനം ഒരു കാര്യം പറയാൻ നേരത്തെ, ഇന്ന് സമയം ഉണ്ടെങ്കിൽ പറയാം. ഇത് കണ്ടോ, ദൈവത്തിന്റെ മനുഷ്യർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടാണ് എഴുതിയത്, അല്ലെങ്കിൽ ദൈവാത്മാവാണ് ഇവരെ കൊണ്ട് ഈ കാര്യം എഴുതിച്ചത്. വി കനോട്ട് സെപ്പറേറ്റ് സ്ക്രിപ്ചർ ആൻഡ് ഹോളി സ്പിരിറ്റ്. മനസ്സിലാവുന്നോ? റിപ്രൂഫ്, teaching, profitable for teaching, profitable for reproof, profitable for correction, profitable for എന്ന് പറഞ്ഞാൽ ആ ദൈവശക്തി send you down the path of righteousness. അതിന്റെ റിസൾട്ട് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. The result is the man of God. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ടോ? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് തന്നെ. That is a result of sanctification. That is a result of the profitable teaching, profitable correction, profitable reproof, and profitable നീതിയുടെ അഭ്യാസത്തിലെ അതിന്റെ പ്രയോജനങ്ങൾ. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര സീരിയസ് ആണ് ഈ വാക്യം. 3 കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. 3 കാര്യം. ഒന്ന്, why do we preach the word? Because of the danger of the season. The errors are accumulating every day. Why we preach the word? Because of the devotion of the saints, the faithful ones who come before us, who have done it and passed down that responsibility to us. Why do we preach the word with authority? Because of the dynamic of the scripture. It saves, it sanctifies even the one at the highest calling that God gives in the church, the man of God. ദൈവത്തിന്റെ മനുഷ്യൻ എന്ന ആ പൊസിഷനിലേക്ക് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. 4th one, chapter 4, 1 and 2. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഇതാണ് നമ്മുടെ കീവേഡ്സ് ആയിട്ട് വായിച്ചത്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. അങ്ങനെങ്കിൽ 4th reason why we preach the word, because of the demand of the sovereign God, or because of the command of the sovereign God. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയേ. ശ്രദ്ധിച്ചു വായിക്കുന്ന ഏതൊരു പ്രസംഗകനും ഭയപ്പെടുന്ന, he cannot read that words avoiding fear. ദൈവഭയം, പേടി കൂടാതെ ആ വാക്യം ശ്രദ്ധിച്ചു വായിക്കാനായിട്ട് കഴിയത്തില്ല. പോള് മരിക്കുന്നതിന് മുമ്പ് എഴുതുന്ന ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ഇൻസ്പയർഡ് സ്ക്രിപ്ചർ. പോള് പറയുന്ന വാക്കുണ്ടോ, ഞാൻ ദൈവത്തെയും ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച്, they are witness. ഈ പറയുന്നത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ്. ഇത് സഭയുടെ തലയായവൻ എനിക്ക് പറഞ്ഞു തന്നാണ് എഴുതാനായിട്ട്. ഐ ആം ജസ്റ്റ് മീഡിയേറ്റർ ബിറ്റ്വീൻ. എനിക്കൊരു അധികാരമില്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്ന ഈ കാര്യങ്ങളൊന്നും. സാക്ഷി വെച്ച്, അതൊരു എന്താ പറയാ, ഒരു കോർട്ട് മെറ്റഫർ ആണ് അല്ലെ. സാക്ഷി വെച്ച്, വിറ്റ്നസ് എന്നുള്ളത് ഒരു ലീഗൽ മെറ്റഫർ ആണ്. അതെനിക്ക് പറയാനായിട്ട് സമയമില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പോളിന്റെ എഴുത്തിനകത്തെ ആ യൂസേജ് എപ്പോഴെങ്കിലും പറയാൻ ദൈവം വെച്ച്. ഇതൊരു ലീഗൽ മെറ്റഫർ ആണ്. ഗോഡ് ദ ഫാദറിനെയും പുത്രനെയും സാക്ഷി വെക്കുന്നു. ആത്മാവിനാൽ പോൾ മൂവ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പീറ്റർ എഴുതിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രൈയൂൺ ഗോഡ് ഈസ് ദ വിറ്റ്നസ് ഓഫ് ദിസ് കമാൻഡ്. എന്താ കമാൻഡ്? അവന്റെ രാജ്യവും കാര്യം അത് നിത്യമാണ്, ഇറ്റേണിറ്റിയാണ്, ഇറ്റേണലാണ് ഈ പറയുന്ന കാര്യങ്ങൾ. പ്രത്യക്ഷതയും, ദാറ്റ് ഈസ് അവർ ഹോപ്പ്. ഇത് വെച്ചുകൊണ്ട് പോൾ പറയുകയാണ്, ദിസ് ഈസ് ദ ഡിമാൻഡ് ആൻഡ് ദ അൾട്ടിമേറ്റ് കമാൻഡ് ഓഫ് ദ സോവറിൻ ഗോഡ്, പ്രീച്ച് ദ വേർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു വാക്യത്തെ കണ്ണടച്ചുകൊണ്ട് പ്രസംഗകർ എങ്ങനെയാണ് ജനത്തെ കളിപ്പിക്കുന്നത്?
I don't know how preachers who are unfaithful to the scriptures, preachers who are unfaithful to the preaching of the scriptures. വളരെ വളരെ ഭയമാണ് എനിക്ക് ആ കാര്യം പറഞ്ഞത്. ഞാൻ ഈ രണ്ടാഴ്ചയാണ് ഞാൻ ഈ വാക്യങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വായിക്കുകയും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെല്ലാം പ്രസംഗിച്ചോ അവിടെയെല്ലാം ഈ ഒരു വാക്യം മാത്രമാണ് പ്രസംഗിക്കുന്നത്. വേറെ പാസേജുകൾ വായിച്ച് മനസ്സിലാക്കാൻ ദൈവം അവസരം നൽകാത്തതുകൊണ്ടല്ല, എനിക്ക് ദൈവത്തിന്റെ കരുണ കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പറയാനായിട്ട് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ഹൃദയത്തിനകത്ത് കിടന്നങ്ങ് കത്തുകയാണ്. പോൾ ട്രൈയൂൺ ഗോഡിനെ സാക്ഷി വെച്ച് പറയുകയാണ്, പ്രീച്ച് ദ വേർഡ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ഒത്തിരി ദൂരെയാകുന്നു. നമ്മളൊരു അപ്പോസ്റ്റേറ്റ് ആയിട്ട് മാറുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിൽ കടന്നു പോയിരിക്കുന്നു. ഇതിനകത്ത് വലിയൊരു അപകടം, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ദൂരെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിൽ പലർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. നോക്കിയേ, ദിസ് ഈസ് എ വെരി 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 പെനിട്രേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ ഭയം കൊണ്ട് നിന്നു പോയിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നോട് സ്നേഹമുള്ളവർ പറയാറുണ്ട്, അല്പം സോഫ്റ്റ് ആയിട്ടും ഇന്നൊരു പറയുന്ന പോലൊക്കെ ഒന്ന് പ്രസംഗിച്ചു കൂടെ എന്നൊക്കെ എന്നോട് വളരെ ജെന്യുവനായിട്ട് ആളുകൾ പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് അവരോട് ചോദിച്ചിട്ടുണ്ട്, ടോപ്പിക്ക് തരാമെങ്കിൽ ഞാൻ പ്രസംഗിക്കാം, പക്ഷെ അത് തന്നാലും വേദപുസ്തകത്തിലുള്ളതല്ലേ പ്രസംഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നോക്കിയേ, ഹാർട്ട് പെനിട്രേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് എ ഡെഡ് സീരിയസ് കമാൻഡ്. ഡെഡ് സീരിയസ് കമാൻഡ്. വി എന്ന് പറഞ്ഞാൽ വി പ്രീച്ച് അണ്ടർ ദ സ്ക്രൂട്ടണി ഓഫ് ട്രൈയൂൺ ഗോഡ്, അല്ലേ? അവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വി പ്രീച്ച് അണ്ടർ ദ ഒംനിഷ്യന്റ് ഓഫ് ഹോളി സ്ക്രൂട്ടണി. ഒരു കാര്യവും നമുക്ക് വെളിയിലോട്ട് പോകാനായിട്ട് അനുവാദം നൽകുന്നില്ല. ഒരു കാര്യവും ഈ പുസ്തകത്തിന്റെ പുറത്തുനിന്ന് പറയാനായിട്ട് നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇവിടെ പോൾ പറയുന്നത്, ആ വാക്കുകൾ കണ്ടോ, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് ഐ ആം മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം കൂടെ ചെയ്തിട്ട് പറയുകയാണ്, കൽപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിമാൻഡ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ കമാൻഡ് ഓഫ് ട്രൈയൂൺ ഗോഡ്. അത് ആ കോർട്ട് ലാംഗ്വേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് നോ റൈറ്റ് ടു വയലേറ്റ്. സാക്ഷി വെച്ചാണ് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. ഇതുകൊണ്ടായിരിക്കാം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 1, വളരെ സീരിയസ് ആയിട്ടൊരു വാക്യം യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് നോട്ട് മെനി ഓഫ് യു ബിക്കം ടീച്ചേഴ്സ്, മൈ ബ്രദറൻ, നോയിങ് ദാറ്റ് ആസ് സച്ച് വി വിൽ ഇൻക്വയർ എ സ്ട്രിക്റ്റർ ജഡ്ജ്മെന്റ്. നിങ്ങൾ ആ വാക്യം കണ്ടോ? സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ആരാ ഉപദേഷ്ടാക്കന്മാർ? സഭയുടെ ഉപദേശിമാരെ പറ്റിയാ പറഞ്ഞേക്കുന്നേ. അതെന്താ ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് പറഞ്ഞേക്കുന്നേ? എന്തുകൊണ്ടാണ് ഈ നിലയിൽ യാക്കോബ് പറഞ്ഞേക്കുന്നത്? യാക്കോബ് ജെറുസലേം ചർച്ചിന്റെ എൽഡർ ആണെന്ന് ഓർക്കണം. ഹി വാസ് എ പാസ്റ്റർ ഓഫ് ജെറുസലേം ചർച്ച്. അദ്ദേഹമാണ് പറഞ്ഞേക്കുന്നത്. അന്നത്തെ ശുശ്രൂഷകന്മാരെയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ പറഞ്ഞേക്കുന്ന കാര്യമാണ്, അധികം ശിക്ഷാവിധി വരുമെന്ന് ഓർത്ത് നിങ്ങൾ അധികം പേര് ശുശ്രൂഷകന്മാരാകരുത് എന്ന് പറഞ്ഞാൽ, ജനത്തെ അനുസരിച്ച് ഞാൻ അടുത്ത പദമൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും, എനിക്കറിയാം എന്റെ ദൈവമക്കളുടെ ഒരു ബൈബിൾ തിങ്കിങ് കപ്പാസിറ്റി, നിങ്ങൾക്ക് ബാക്കിയെല്ലാ കാര്യത്തെ പറ്റി നല്ല അറിവാന്ന് എനിക്കറിയാം. ഒരു പ്രാഗ്മാറ്റിസം എന്നൊക്കെ പറയും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ നീഡും അതനുസരിച്ചുള്ള ഫീഡിങ്ങും അതൊക്കെയാണ് അതിന്റെ അർത്ഥം. യാക്കോബ് പറയാം, അതിനൊന്നും നമുക്ക് അനുവാദമില്ല, ഒരനുവാദവും നമുക്കില്ല. അങ്ങനെ പറഞ്ഞാൽ അധികം ശിക്ഷാവിധി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പോള് പറഞ്ഞേക്കുന്നുണ്ടോ? ട്രൈയൂൺ ഗോഡിന്റെ ലീഗൽ വിറ്റ്നസിനെ സാക്ഷിയാക്കി പറഞ്ഞേക്കുക, കൽപ്പിക്കുകയാണ്. പറഞ്ഞേക്കുക എന്നുള്ള പറഞ്ഞ പിൻവലിക്കുകയാണ്, കൽപ്പിക്കുകയാണ്, വചനം പ്രസംഗിക്കുക. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ട്രൈയൂൺ ഗോഡ്. പ്രസംഗകരെല്ലാം ആ ദൈവത്തിന്റെ ഒമ്നിഷ്യന്റിന്റെ സ്ക്രൂട്ടണിയിലാണ് എന്ന കാര്യം ഓർത്താൽ നമ്മൾ ഇതിനകത്ത് മായം കലർത്തുകയില്ല. ജനത്തിന്റെ ആരവാരത്തിനനുസരിച്ച് നമുക്ക് പോകാൻ അനുവാദമില്ല. ദിസ് ഈസ് എ ഡെഡ് സീരിയസ് കമാൻഡ് എന്ന് പറഞ്ഞാൽ, ആ ഒരു നിലയിൽ ഈ വാക്യം പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം മാത്രം നിങ്ങളെ കാണിച്ചു തരാം. ആ കമാൻഡ്, ഐ സോളംലി കമാൻഡ് യു, ഐ സോളംലി ചാർജ് യു എന്നപ്പോൾ പറയുന്ന 2 വാക്യങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 1 തിമോത്തി 5:21, 1 തിമോത്തി ചാപ്റ്റർ 5 വേഴ്സ് 21. ഇതേ ലാംഗ്വേജ് പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 തിമോത്തി ചാപ്റ്റർ 5 വേഴ്സ് 21 ഇംഗ്ലീഷിൽ തുടങ്ങുന്ന, ഐ സോളംലി ചാർജ് യു ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ഓഫ് ഹിസ് ചോസൺ ഏഞ്ചൽസ്. കണ്ടോ? ഐ സോളംലി ചാർജ് യു, ആ പദം. അതുപോലെ തന്നെ
1 Timothy 6:13 and 14. 1 Timothy chapter 6 verses 13 and 14. I charge you in the presence of God. ഓരോ റെസ്പോൺസിബിലിറ്റി തിമോത്തിയോസിനെ ഏൽപ്പിക്കുകയാണ്. I charge you in the presence of God and of Christ Jesus. സെയിം ലാംഗ്വേജ് ആണ് 4-ാം അധ്യായത്തിന് 1-ാം വാക്യം 2 Timothy. I charge you in the presence of God and of Christ Jesus, who is to judge the living and the dead, and by his appearing and his kingdom preach the word. Praise the Lord. Hebrews chapter 13 verse 17. Those who do what we അവിടെ ഒരു പ്രയോഗമുണ്ട്. പോൾ പറയുന്ന ഹീബ്രു റൈറ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്. We do have to give an account to God. ശുശ്രൂഷകന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ പറ്റിയുള്ള അക്കൗണ്ട് എനിക്ക് ദൈവത്തിന് കൊടുക്കണം. മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സന്തോഷം നേടുന്ന ഒരു പ്രസംഗകനാണെങ്കിൽ എങ്ങനെ അക്കൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും? Preach the word. എന്തുകൊണ്ടാണ്? Because of the demand of the sovereign God, because of the command of the triune God. ആ ലീഗൽ മെറ്റഫർ പോൾ ഉപയോഗിക്കുകയാണ്. അഗ്രികൾച്ചറൽ മെറ്റഫർ പോൾ ഉപയോഗിക്കുന്ന, ഫാർമേഴ്സ് മെറ്റഫർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മെറ്റഫർ ഒക്കെ പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ലീഗൽ മെറ്റഫർ 4 കാര്യം കിട്ടിയോ? 1, ഡേഞ്ചർ ഓഫ് ദ സീസൺ. 2, ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. 3, ഡൈനാമിക് പവർ ഓഫ് ദ സ്ക്രിപ്ചർ. 4, ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ ട്രൈയൂൺ ഗോഡ്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാര്യം, ആകത്ത് എഴുതപ്പെടണം ഈ കാര്യം. ദൈവവചനം പ്രസംഗിക്കുന്നവരെല്ലാം ഈ കാര്യം കേൾക്കുന്ന ദൈവമക്കളും വെരി സീരിയസ് ആയിട്ട് ഈ കാര്യത്തെ കാണണം. 5-ാമത്തേത് വേഴ്സസ് 3, 4 and 5. 5-ാമത്തെ റീസൺ അവിടെ പറഞ്ഞേക്കുകയാണ്. വചനം പ്രസംഗിക്കുക. ഞാൻ കണ്ടിന്യൂ ചെയ്ത് വായിക്കുന്നു. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ഞാനത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദ ടൈം ആൻഡ് ടോൺ ഓഫ് പോൾസ് മെത്തേഡ്. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. കൺവീനിയന്റ് ആണെങ്കിലും അല്ലെങ്കിലും, പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുങ്ങി നിൽക്കുക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അത് ഞാൻ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 4 കാര്യം. 5-ാമത്തേത് നിങ്ങൾ നോക്കിയേ. വേഴ്സ് 3, 4 and 5. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ, കണ്ടോ, നീ അങ്ങനെ ആകാനായിട്ട് പാടില്ല. Timothy, I handed down the holy faith in you. I entrusted the holy faith in you. So you don't be like them. നീ ഫോൾസ് ടീച്ചേഴ്സിനെ പോലെ ആകരുത്. അവരുടെ ആ ക്വാളിഫിക്കേഷൻ, അവർ ആ ഫോൾസ് ടീച്ചേഴ്സിന്റെ ഡീമെറിറ്റ് പറഞ്ഞേക്കുന്നത് കണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? അവര് പത്യോപദേശം, ഫോർ ദ ടൈം വിൽ കം വെൻ ദേ വിൽ നോട്ട് എൻഡ്യൂർ സൗണ്ട് ഡോക്ട്രിൻ. നിങ്ങൾ ഈ ഉപദേശം എന്ന് കേൾക്കുന്നത് തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു അലർജിയാണ്, അല്ലേ? ദാറ്റ് ഇസ് എ ബാഡ് വേർഡ്. ആരോ, ഞാൻ റിക്വാറിന്റെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം ഡേഞ്ചറാണ്. പർപ്പസ് ഡ്രിവൺ ചർച്ച എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കണം. അദ്ദേഹം അതിനകത്ത് പറഞ്ഞേക്കും, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല, നമ്മൾ ആദ്യം ഡോക്ടറിൻ പറയാനായിട്ട് പാടില്ല, ആദ്യം അവരുടെ കാര്യങ്ങളും അവരുടെ ഫീലിംഗും ഒക്കെ ഫുൾഫിൽ ചെയ്തതിന് ശേഷം വേണം, സൗകര്യം കിട്ടുമ്പോൾ വേണം നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട്. ദാറ്റ് ഈസ് കോംപ്രമൈസിങ് ഗോസ്പൽ, റൈറ്റ്? അന്ന് എനിക്ക് വായിച്ചപ്പോൾ അത് മനസ്സിലായില്ല. റീസെന്റ് ഞാനത് വീണ്ടും റീചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. 2 ഡേഞ്ചർ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനല്ല. ഞാനത് അടുത്ത ക്ലാസ്സിൽ, ഒരു ക്ലാസ്സോടെ എനിക്ക് ഇതിനെപ്പറ്റി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം വെച്ചാൽ ഞാൻ അന്ന് പറയാം. അന്ന് ഞാൻ ആ കാര്യം എടുക്കുമ്പോൾ പറയാം. നോക്കൂ, ഇവിടെ പോൾ പറയുകയാണ്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ, ബട്ട് യു ബി ആൻഡ് വിൽ ടേൺ അവേ ദെയർ ഇയേഴ്സ് ഫ്രം ദ ട്രൂത്ത്. എന്താ ട്രൂത്ത്? ദ സ്ക്രിപ്ചർ, ദ ഡോക്ട്രിൻ, റിപ്രൂഫ്, റിബ്യൂക്ക്, കറക്ഷൻ. അതാണ് ദ ട്രൂത്ത്. സത്യത്തിന് ചെവി കൊടുക്കുക. ടേൺ അവേ ദെയർ ഇയേഴ്സ് ഫ്രം ദ ട്രൂത്ത് ആൻഡ് വിൽ ടേൺ aside to myth. കണ്ടോ? അവരവരുടെ ഡിസയറിനൊത്തവണ്ണം themselves teaching in accordance to their own desires. കർണരസമാകുമാറ് അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളെ പറയുന്ന കാലം വരും. അങ്ങനെങ്കിൽ 5-ാമത്തെ അപകടം, why do we preach the word? Because of the deceptiveness of the sensual. മനുഷ്യന്റെ ആ ആഗ്രഹത്തെ, ആ ഇമോഷനെ, സെൻഷ്വലിനെ വഞ്ചിക്കുന്നവർ എഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ട്. സോ യു പ്രീച്ച് ദ വേർഡ്. അതാണ് 5-ാമത്തെ റീസൺ. നിങ്ങളെ വാക്യം കണ്ടല്ലോ, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആരംഭ ക്ലാസ്സിൽ പറഞ്ഞൊരു വാചകമാണ്. ഞാൻ മറ്റൊരു സ്റ്റേറ്റിൽ യാത്ര ചെയ്തപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞൊരു വാചകമാണ്. ഞാൻ അതിന്റെ ഒരു പാരാഫ്രൈസ്ഡ് വേർഷൻ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്,
ഐ ഡോണ്ട് റിയലി കെയർ വാട്ട് ബൈബിൾ സേസ്. നമ്മുടെ ഒരു വലിയ ആളിനോട് പറഞ്ഞാണ്, ഐ ഡോണ്ട് റിയലി കെയർ വാട്ട് ബൈബിൾ സേസ്, ഐ നോ വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഭയങ്കര ഗൗരവമാണ് ആ വാചകം അല്ലേ? അവരും ജനങ്ങളെ ഷെപ്പേർഡ് ചെയ്യുന്നവരാണെന്ന് ഓർക്കണം. ആ ജനം വഞ്ചിക്കപ്പെടുകയാണ്. ഈ സന്ദേശം, ഈ സെന്റൻസ് വിശ്വാസികളോട് പറയുന്നുണ്ടല്ലോ, അവര് ചിന്തിക്കുന്നത് ദൈവം പറഞ്ഞിട്ട് പറയുകയാണെന്ന അപകടമാണ്. മനസ്സിലാവുന്നോ? ഞാന് ദൈവമക്കളെ കുറിച്ച് എനിക്ക് വളരെ വിഷമാണുള്ളത്. കാരണം അവർക്ക് ഇത് അറിയാൻ പാടില്ല. ഞങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തില്ല. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവവചനം പഠിക്കുന്ന സഭയിലെ ദൈവമക്കളായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു വ്യാജ പ്രോഡക്റ്റ് നമ്മുടെ കോൺഫറൻസുകളിൽ വിറ്റുപോകുകയില്ലായിരുന്നു. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. നോക്കൂ, ഇവിടെ അങ്ങനെ ഈ പ്രസംഗകർ കർണരസമാകുമാർ, കേൾവിക്ക് സുഖമുള്ള ജനത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത്, നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമുകളുടെ ഒക്കെ നാഷണൽ ടെലിവിഷൻ ചാനലിലൊക്കെ വരുന്ന ക്രിസ്തീയ പ്രസംഗത്തിന്റെ ടോപ്പിക് എടുത്ത് നോക്കിയേ, എല്ലാം എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ഇരുത്തുന്ന ദൈവം, നടത്തുന്ന ദൈവം അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ പ്രസംഗവും ഒന്നാണ്, എല്ലാ വാക്കുകളും ഒന്നാണ്, എടുക്കുന്ന വാക്യത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ പറയാ, എന്താ പറയാ, സെഡക്റ്റീവ് പ്രീച്ചേഴ്സ് ഇൻ എവറി കമ്മ്യൂണിറ്റി. വഴിതെറ്റിക്കുന്ന പ്രസംഗകർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് അവര് ദൈവവചനം പ്രസംഗിക്കുകയില്ല. അങ്ങനെ പ്രസംഗിച്ചാലുള്ള അപകടം എന്നാണെന്നറിയാമോ? ജനം ദൈവവചനം പഠിക്കും. ദൈവവചനം പഠിച്ചാൽ അവർ ആത്മീയരാകും. ആത്മീയരായാൽ ബൈബിൾ അവരുടെ സഭയെ ഡോമിനേറ്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നോ? ഇത് അവർ അനുവദിക്കുകയില്ല. അവര് ജനത്തെ മനഃപൂർവ്വം, പീപ്പിൾ ക്യാൻ ബി ഈസിലി സെഡ്യൂസ്ഡ്. കാര്യം ഇഷ്ടമുള്ള കാര്യമാണ് അവര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേ അപ്പീൽ ടു ദ ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ. ദേ അപ്പീൽ ടു ദ ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ കാര്യം പറഞ്ഞായിരുന്നു, അല്പകാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയും ഐ ഫീൽ ദ ട്രൂത്ത്, വി നെവർ സേ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? ബട്ട് ഐ നോ ദ ട്രൂത്ത്. അങ്ങനെങ്കിൽ ഞാൻ സത്യം അറിയണമെങ്കിൽ എന്നാ ചെയ്യണം? ദ പ്രീച്ചേഴ്സ് ടു പ്രീച്ച് ടു ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ, the heart of the people, the rational thinking of the people. The preachers ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തോട് പ്രസംഗിക്കണം, അവരുടെ തിങ്കിങ്ങിനോട് പ്രസംഗിക്കണം, അവരുടെ മൈൻഡിനോട് പ്രസംഗിക്കണം, അവരുടെ ഫീലിങ്ങിനോടല്ല. അതിന് അനുവാദമില്ല. അങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് അവരാ സത്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവരാ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ they will think about themselves. കുഴപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. They will think about Bible, they will think about Christ, they will think about Holy Spirit, they will think about Holy Father. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പം ഹോളി സ്പിരിറ്റ് അവർ വർക്ക് ചെയ്യും. അവര് സാന്റിഫൈ ആകാനായിട്ട് തുടങ്ങും. അവർ എഡിഫിക്കേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങും. പിന്നെ കർണരസമാകും ആ പ്രസംഗത്തിന്റെ പുറകെ അവർ പോവുകയില്ല. അവർക്കത് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി അവർ കരയും, വേദനയോടെ അവർ നിലവിളിക്കും. എന്താണ് കർത്താവേ ഈ നടക്കുന്നതെന്ന് പറഞ്ഞ് അവർ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കും. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ കോൺഫറൻസിന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: എന്റെ പ്രാർത്ഥന വേർഡ് ബൈ വേർഡ് എക്സ്പോസിറ്ററി പ്രീച്ചേഴ്സിനെ എഴുന്നേൽപ്പിക്കണം എന്നാണ് എന്റെ പ്രാർത്ഥന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെന്ന് നമ്മുടെ സഭകളായിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ദൈവവചനം വാക്യപ്രതി വാക്യമായിട്ട് പ്രസംഗിക്കുന്ന 100 കണക്കിന് പ്രസംഗകരെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സഭകളിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ സെഡക്റ്റീവ് ആയിട്ടുള്ള, ഈ വഴിതെറ്റിക്കുന്ന ദുരാത്മാവിൽ നിന്ന് ജനം ദൈവവചനത്തിലേക്ക് വരികയുള്ളൂ. പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്, why you should preach the word, because of the deceptiveness of the sensual. നിങ്ങൾ അവരുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. എന്താ പറയാ, many preachers എന്താ പറയാ, they are sort of stylist way. അവർക്ക് ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് പ്രസംഗത്തിനകത്ത്. സ്റ്റൈലിസ്റ്റ് വേ വിത്ത് ദ കോൺസ്റ്റന്റ് ഡ്രോൺ ഓഫ് ഓർഗൻ പ്ലേയിങ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ആ പ്രസംഗത്തിന്റെ അത്രേ സമയം കീബോർഡുകാരന്റെ ജോലിയാണ്. കാരണം എന്താ? ആ ഇമോഷനെ ഒട്ടും വിടാതെ അവരതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നാലോചിച്ച് നോക്കിയേ, ഗൗരവമേറിയ ദൈവവചന സന്ദേശം നടക്കുന്നിടത്ത് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരുവന് കീബോർഡിന്റെ സന്ദേശം അരോചകത്വം ഉണ്ടാകും. ശരിയല്ലേ? സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കീബോർഡിന്റെ ആ സൗണ്ട് ഒരുവൻ അരോചകത്വമായിരിക്കും. പക്ഷെ കാരണം എന്നാണെന്നറിയാമോ? ആ പ്രീച്ചേഴ്സ് മൈൻഡിനോടാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ ഇവര് ഫീലിങ്ങിനോടാണ് പ്രസംഗിക്കുന്നത്. ഓള് പറയും അന്ത്യകാലത്ത് ഇങ്ങനെ ഉണ്ടാകും. 2000 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. 2000 വർഷം, നമ്മൾ 2000 വർഷത്തെ പാരമ്പര്യം ഉണ്ട് അന്ത്യകാലത്ത് ഉണ്ട്. വളരെ സീരിയസ് ആയിട്ട് പോൾ പറയുക, വചനം പ്രസംഗിക്കുക. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് ദ ട്രൂത്ത് ഈസ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ഹൗ യു ഫീൽ. അതാണ് അവരുടെ ഡോക്ട്രിൻ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ട്രൂത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നോ, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത് അങ്ങനല്ല. യു നോ ദ ട്രൂത്ത്.
ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. നോയിങ് ദ ട്രൂത്ത്, നോട്ട് ഫീലിംഗ് ദ ട്രൂത്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വാക്യം കൂടെയും ഒരു ഇതാണ്, ദീസ് ആർ ദ 5 reasons. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിങ്ങനെ നിർത്താം. ഡേഞ്ചർ ഓഫ് ദ സീസൺ. എറേഴ്സ് ആർ അക്യുമുലേറ്റിംഗ്, നമ്മുടെ ഇടയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത്, നമുക്ക് 2000 വർഷത്തെ ഒരു ഡിവോഷൻ ഉണ്ട് ഭക്തന്മാരോട്. പ്രീച്ചേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ ജോൺ നോക്സിന്റെ കാര്യം. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും ശ്രേഷ്ഠകരമായ ശുശ്രൂഷയ്ക്കാണ് എന്നെ വിളിക്കുന്നത്. മൂന്നാമത്തേത്, അതിന്റെ പവറാണ്, ആ ഡുനാമിക്സ് ആണ്, സേവ്സ് ആൻഡ് സാങ്ക്ടിഫൈസ്. നാലാമത്തേത്, ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഓഫ് ട്രൈയൂൺ ഗോഡ്. ഒരു എക്സ്ക്യൂസും ഇല്ല, കോർട്ട് ലാംഗ്വേജ് ആണ് മെറ്റഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ചാമത്തേത്, ബിക്കോസ് ഓഫ് ദ ഡിസെപ്റ്റീവ്നെസ് ഓഫ് ദ സെൻഷ്വൽ മോഡേൺ പ്രീച്ചേഴ്സിന്റെ ആ മാനിപ്പുലേഷൻ മനസ്സിലാക്കി വേണം. അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുക, യു പ്രീച്ച് ദ വേർഡ്. ഫസ്റ്റ് കൊരിന്ത്യൻസിലേക്ക് ഒന്ന് വരാമോ? പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഞാൻ ഇന്നലെ വളരെ സമയം ആ വാക്യങ്ങളുമായിട്ട് ചെലവിട്ടൊരു വാക്യമാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 4:14 4 അധ്യായം, 1 കൊരിന്ത്യർ 4 അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യമാണ്, 21 വരെയുള്ള വാക്യം. എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. പോൾ കൊരിന്ത്യരോട് പറയാ, പ്രിയ മക്കൾ. ഏറ്റവും കൂടുതൽ പോളിനോട് ഉപദ്രവിച്ച ആൾക്കാരാണ് കേട്ടോ. എന്റെ പ്രിയ മക്കൾ എന്താ? നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും ക്രിസ്തുവേശു ഞാനല്ലാതെ നിങ്ങളെ പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത്. തീർന്നില്ല. ആകയാൽ എന്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, അത് അങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ കണ്ടറിയും. വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. അടുത്ത വാക്യം നമ്മുടെ ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നൊരു വാക്യമാണ്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ കുമ്മനാട് കൺവെൻഷൻ അങ്ങനെ പറയാം, അതിന്റെ അവസാന ദിവസം കേരളത്തിലെ ഏറ്റവും പോപ്പുലർ മലയാളി പ്രീച്ചർ പ്രസംഗിച്ച, നിങ്ങൾ ഞാൻ പേര് പറയുന്നില്ല, തപ്പി നോക്കിയാൽ മതി, ഈ വാക്യമാണ്. അദ്ദേഹം പറഞ്ഞത് ജനത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. അതിന്റെ സത്യം ഞാൻ പറയാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലെത്രയാവുന്നെന്ന് പറഞ്ഞിട്ട് ബൈബിൾ അടച്ചു വെച്ചിട്ട് ബൈബിൾ ക്ലാസ് എടുത്താൽ ശക്തി വരികയില്ല, കിങ്ഡം വരികയില്ല. കിങ്ഡം വരണമെങ്കിൽ ശക്തി വരണമെന്നും പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥം അതല്ല. എന്നിട്ട് പോലും പറയാം, ഞാൻ വടി കൊണ്ട് വരണോ അതോ സ്നേഹത്തോടെയോ സൗമ്യതയുടെ ആത്മാവി വരണോ? ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്നാണെന്നറിയാമോ? നിങ്ങൾ ആ 14-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നാന്ന് മനസ്സിലാക്കാം. ഞാൻ പെട്ടെന്ന് അതിന്റെ ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞുവിടാം. ഒരു സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ഒരു സഭയുടെ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒന്ന് ബിഗറ്റ്സ്. അദ്ദേഹം ആളുകളെ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവരണം. അതാണ് ബിഗറ്റ്സ്. ദ സ്പിരിച്വൽ ഫാദർ ബിഗറ്റ്സ്. 2 പ്രിയ മക്കളെന്നാണ് വിളിച്ചേക്കുന്നത്. 2 ദ സ്പിരിച്വൽ ഫാദർ ലവ്സ്. മൂന്നാമത്തേത്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പിരിച്വൽ ഫാദർ അഡ്മോണിഷസ് എന്ന് പറഞ്ഞാൽ വാൺ ചെയ്യുന്നു. മൂന്നാമത്തേത്, എന്നെ അനുകരിപ്പിൻ. അതിന്റെ അർത്ഥം ദ സ്പിരിച്വൽ ഫാദർ സെറ്റ് ദ എക്സാമ്പിൾ. നാലാമത്തേത് വളരെ സീരിയസ് ആയിട്ടൊരു വാക്യമാണ്. തിമോത്തിയോസിനെ പോലെ പോളിന് പോകാൻ കഴിയാത്തടത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ആസിറ്റീസ്, അങ്ങനെയല്ലേ വാക്യം? എനിക്ക് തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിൽ ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികളെ അവൻ നിങ്ങളെ ഓർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വന്നാലും അവൻ വന്നാലും പറയുന്ന കാര്യം ഒന്നായിരിക്കും. അത് മലയാളത്തിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ എത്ര മനോഹരമായിട്ടാണ് നോക്കിയേ. ജസ്റ്റ് ആസ് ഐ ടീച്ച് എവരിവെയർ ഇൻ എവരി ചർച്ച് എന്ന് പറഞ്ഞാൽ, എഫസോസിലാണേലും കൊരിന്തിലാണേലും ഗലാത്യയിലാണെങ്കിലും അല്ലെങ്കിൽ തെസലോനിക്കയിലാണെങ്കിലും ഏഷ്യ മൈനറിന്റെ എവിടെയാണെങ്കിലും ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ അപ്പുറം പഠിപ്പിക്കും. അത് തന്നെ തിമോത്തിയോസും നിങ്ങളോട് പറയും. ആ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ്. അതൊരു അനുഗ്രഹം അല്ലെ? ഒരു നല്ല ശുശ്രൂഷകന് അതുപോലെ തന്നെ സത്യവചനം പറയുന്ന ഒരു ശുശ്രൂഷകൻ കൂടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അദ്ദേഹത്തെ വിടാം. 100% ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെ അദ്ദേഹം അവിടെ പറയും. പോൾ പറയാ, ഞാൻ ജസ്റ്റ് ആസ് ഐ ടീച്ച് എവരിവെയർ ഇൻ എവരി ചർച്ച്. എനിക്ക് ഒരു ഡിഫറൻസും ഇല്ല, എല്ലായിടത്തും ഒരേ സന്ദേശമാണ് ഞാൻ പറയുന്നത്. അതാണ് എന്റെ അർത്ഥം. എന്നിട്ട് പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല എന്ന് വെച്ച് കുറച്ച് ആളുകൾ അരഗന്റ് ആയിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവര് പ്രൈഡാണ്. അവരുടെ വാക്കിനകത്ത് പ്രൈഡാണെന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ പൗലോസിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ കൊരിന്ത്യരാണ്, ഞങ്ങൾ അപ്പല്ലോസ് ഞങ്ങളുടെ അടുത്ത്, പൗലോസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്, പീറ്റർ ഞങ്ങളുടെ പാസ്റ്ററാണ്, ക്രിസ്തു ഞങ്ങൾക്കുള്ളതാണ്. ആ അരഗന്റ്, ആ പ്രൈഡ്ഫുൾ സ്പീക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. പോൾ പറയുക, ചീർത്തിരിക്കുന്ന ചില ആളുകൾ. എന്നിട്ട് അടുത്ത വാചകം എന്നാണെന്നറിയാമോ? ഞാൻ ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല,
അവരങ്ങനെ തന്നെയാണോ എന്ന് കണ്ടറിയും. ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവന്മാരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഉള്ള. എന്നിട്ട് അപ്പോൾ പറഞ്ഞു ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ. അവിടെ വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേർഡ് എന്നുള്ളത് മലയാളത്തിൽ എഴുതിയപ്പോ വചനം എന്നായി പോയി. വേർഡ് എന്ന് അവിടെ അർത്ഥം അറിയാമോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഇംപ്രസീവ് വേർഡിലല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ വർത്താനമൊക്കെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊരിന്തിലാണ്, ഏതൻസിലാണ്, നിങ്ങൾക്ക് ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കര പ്രൈഡ്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കൊരിന്തിയർ പ്ലസ് ക്രിസ്ത്യൻ ആണ്, നിങ്ങൾ എന്തോ ഹൈലി ആണ്. പോൾ പറയാ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നോട്ട് എന്താ പറയാ, ഇറ്റ് ഈസ് നോട്ട് ദ ഇഷ്യൂ ഓഫ് ദ വേർഡ്സ്. ഇത് നിങ്ങളുടെ പ്രൈഡ്ഫുൾ ആയിട്ടുള്ള ഇംപ്രസീവ് സ്പീക്കിങ്ങിലല്ല ഇരിക്കുന്നത്. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ ട്രൂ ആയിട്ടുള്ള ഡുനാമീസ് നിങ്ങളുടെ അകത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചീർത്തിരിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ ഇടയിൽ നല്ല മാതൃകകൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഇടയിൽ ജനനം നടക്കും, നിങ്ങളുടെ ഇടയിൽ അഡ്മോണിഷൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഇടയിൽ അപ്പുറത്തെ പഠിപ്പിക്കൽ ഇപ്പറേ വന്ന് പറഞ്ഞാലും നിങ്ങൾ ചീർത്തിരിക്കുകയില്ല, നിങ്ങൾക്ക് താഴ്മയുണ്ടായിരിക്കും എന്നൊക്കെയാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മനസ്സിലാവുന്നോ? അല്ലാതെ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണെന്നും പറഞ്ഞ് 66 പുസ്തകത്തിന് പുറത്ത് കാര്യമുണ്ട്. ബൈബിൾ ക്ലാസ് എടുത്ത ദൈവരാജ്യം വരിക എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവര് അവർക്കൊന്ന് ബൈബിൾ അറിയാൻ മേല, ദൈവവചനത്തിന്റെ ABCs അറിയാൻ മേല. രണ്ടാമത്തെ കാര്യം, അവര് ജനത്തെ വഞ്ചിക്കുകയാണ്. എന്റെ അർത്ഥം മനസ്സിലായോ? ദൈവരാജ്യം വചനത്തിലല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഇംപ്രസീവ് വേർഡ്സ് കൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിലാണോ എന്ന് അറിയാനായിട്ട് കഴിയുകയില്ല. ദൈവരാജ്യ ശക്തിയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഇന്റേണൽ പവർ ഉണ്ടോ, നിങ്ങളുടെ അകത്ത് ആ ഹോളിനെസ് ഉണ്ടോ, നിങ്ങളുടെ അകത്ത് ആ താഴ്മയുണ്ടോ. നിങ്ങൾ ചീർത്തിരിക്കുന്നവരുടെ ഗണത്തിലാണെങ്കിൽ നിങ്ങൾ വാക്കുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയാം, പക്ഷെ യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നിട്ട് അപ്പോൾ പറയുന്നത് ഞാൻ വടി കൊണ്ട് വരണോ അതോ സ്നേഹത്തോടും സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങളുടെ ഇടയിൽ വരണോ? നിങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഇന്റേണൽ പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ വടിയായിട്ട് വരേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ആ ഇന്റേണൽ പവർ ഇല്ല, ആ അരഗന്റും ആ ഇംപ്രസീവ് വേർഡ്സും ആണെങ്കിൽ വടിയായിട്ട് നിങ്ങളുടെ അടുക്കൽ വരണം. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ അവിടെ ഹോളി സ്പിരിറ്റ് എന്നോ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നോ ഇതെല്ലാം കേൾക്കുമ്പോൾ കീബോർഡ് ഉറക്കെ വായിക്കണം, അതൊന്നും അല്ല. നിങ്ങളുടെ വാക്യത്തിന്റെ അർത്ഥം കണ്ടോ? വളരെ വേദനയോടെയാണ് ഞാൻ ഈ വാക്യത്തിന്റെ ഒക്കെ വിശദീകരണം നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകം 3 ആഴ്ച ക്ലാസ് എടുത്താലും കിങ്ഡം വരികയല്ല, പവർ വരുമ്പോഴാണ് കിങ്ഡം വരുന്നതെന്നാണ് പറഞ്ഞത്. അതാണോ അതിന്റെ അർത്ഥം? വടിയായിട്ട് വരുവാന്നാ പറഞ്ഞ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കേണ്ടത്? എല്ലായിടത്തും ഒരു സന്ദേശം, ഒരു ടോണും വ്യത്യാസമില്ല. കാര്യം എന്നാ? പോള് പറഞ്ഞു കേട്ട ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? പോള് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ. കാരണം എല്ലായിടത്തും എനിക്ക് ഒരു കാര്യമുള്ളൂ, ഒറ്റ മെത്തേഡേ ഉള്ളൂ, ഡോക്ട്രിനൽ പ്രീച്ചിങ്, ദൈവവചനം പ്രസംഗിക്കുക. അതേ കാര്യമാ തിമോത്തിയോസ് വന്നാലും നിങ്ങളോട് പറയുന്നത്, എക്സാ ഡ്യൂപ്ലിക്കേറ്റ്. തിമോത്തിയോസിനോട് പറയുക വിശ്വസ്തരായ മനുഷ്യരെ പരമേൽപ്പിക്കുക, അവര് വന്നാലും അതേ നിങ്ങളോട് പറയുള്ളൂ. ഇതാണ് വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം. തിമോത്തിയോസെ, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, ദൈവവചനം പ്രസംഗിക്കുക. ഒന്നാമത്തെ കാര്യം ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. രണ്ടാമത്തേത് ബിക്കോസ് ഓഫ് ദ എന്താ പറയുക ഡിവോഷൻ ഓഫ് ദ സെയിന്റ്. മൂന്നാമത്തേത് ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് ഓഫ് ദ സ്ക്രിപ്ചർ. നാലാമത്തേത് ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ട്രയൂൺ ഗോഡ്. അഞ്ചാമത്തേത് ബിക്കോസ് ഓഫ് ദ ഡിസെപ്റ്റീവ്നെസ് ഓഫ് സെൻഷ്വൽ. വചനം പ്രസംഗിക്കുക. എവിടെയാണേലും ഏത് സമയത്താണേലും എനിക്ക് ഈ ഒരു സന്ദേശമേ പറയാനായിട്ടുള്ളൂ, എനിക്ക് തിരുവെഴുത്ത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അത് തിമോത്തിയോസ് വന്നാലും തിമോത്തിയോസ് ട്രെയിൻ ചെയ്ത ഡിസൈപ്പിൾസ് വന്നാലും വേറെ ഒന്നും പറയാനായിട്ട് എനിക്കില്ല. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്? ഈ 5 റീസൺ കൊണ്ടാണ് ദൈവസഭയിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടേണ്ടത്. കർത്താവിന്റെ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ദൈവത്തെയും ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തുന്ന യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, this is the command of triune God and it is the command of great apostle Paul, preach the word. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് റീസൺസ് ഓഫ് പ്രീച്ചിങ് സ്ക്രിപ്ചർ. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ചയിൽ റിസൾട്ട് ഓഫ് പ്രീച്ചിങ് സ്ക്രിപ്ചർ, ഈ നിലയിൽ വചനം പറഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച പറയാം. ദൈവനാമം വാഴ്ത്തപ്പെട്ടു.